ഒരു വിമാനം തകരുന്നു, അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ദൗത്യം പരാജയപ്പെടുന്നു, ഉടനെ വരുന്ന കമൻറ്റുകൾ ഇത് അട്ടിമറിയാണ്, ആരോ ഹാക്ക് ചെയ്തതാണ്, കിൽ സ്വിച്ച് ഉപയോഗിച്ചതാണ്, മാടയാണ്, കോടയാണ്. നമ്മുടെ ഈ ചിന്താഗതി യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിത ബോധം തേടലാണ്. വലിയൊരു ദുരന്തത്തിന് പിന്നിൽ ഒരു സാങ്കേതിക പിഴവാണെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഒരു വില്ലനെ കണ്ടെത്തുന്നതാണ് എളുപ്പം. 2020 മുംബൈ പവർ ബ്രേക്ക് ഡൗൺ പോലും ചൈനീസ് ഹാക്കിംഗ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ സത്യം കേവലം ഒരു സാങ്കേതിക തകരാർ മാത്രമായിരുന്നു. ഓർക്കുക, അട്ടിമറി എന്നത് നമ്മൾ നിസ്സാരമായി വിളിച്ചു പറയുമ്പോൾ അതിന് പിന്നിൽ വർഷങ്ങളോളം അധ്വാനിച്ച ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയുമാണ് നമ്മൾ അപമാനിക്കുന്നത്. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് ശാസ്ത്രം. അവിടെ ദുരൂഹതകൾ തിരയുന്നത് നമ്മുടെ യുക്തിബോധത്തിൻ്റെ പരാജയമാണ്. എല്ലാത്തിലും ഗൂഢാലോചന കാണുന്നത് ഒരു മാനസിക വൈകല്യമാണ്. നമുക്ക് ശാസ്ത്രത്തെ വിശ്വസിക്കാം, നമ്മുടെ ആളുകളുടെ കഴിവിനെ വിശ്വസിക്കാം. ഭയത്തേക്കാൾ വലുതാകട്ടെ നമ്മുടെ അറിവ്.